നാറ്റിക്കല്ല ഒറ്റ റൗണ്ട് ഓടിക്കണ്ട. ഒറ്റ റൗണ്ട് ഒന്നും ചെയ്യില്ല ഒറ്റ റൗണ്ട് വാ തരൂല. എടാ എന്തിനാണ് പേടിക്കുന്നത്? എനിക്ക് എന്നെ പേടിയാന്നല്ല വണ്ടി ഞാൻ വേറെ കൊടുക്കാറില്ല. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗെയിമർ തൊപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഗൈസ്. ഈ ഒരു ടോപ്പിക് എത്ര റിലവന്റ് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു റിലവന്റ് ടോപ്പിക്കാണ് ഗൈസ്. തൊപ്പി ഒരുതപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും, വാർത്തകളിലൊക്കെ ഒരുപാട് ഇടം പിടിച്ച ഒരു ഗെയിമറാണ് തൊപ്പി. കഴിഞ്ഞ ദിവസം ഒരു IRL ഇട്ടിട്ടുണ്ടായിരുന്നു. IRL മീൻസ് ഇൻ റിയൽ ലൈഫ് എന്ന് വെച്ചാൽ ലൈവ് തന്നെ, നമ്മുടെ ലൈഫ് നടക്കുന്ന എന്താണോ അത് ലൈവ് ആയിട്ട് യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്ന പരിപാടിയാണ്. പുള്ളിക്കാരൻ എന്തോ ഒരു ഗെയിമിങ്ങിന്റെ പരിപാടി ഉണ്ട്, അതിന് പോവാണ്. അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ ഗെയിമർ കാസ്ട്രോയെ കാണുന്നത്. കാസ്ട്രോയുടെ വണ്ടി അറിയാലോ, മറ്റേ BMW i4 എന്ന് പറയുന്ന വണ്ടിയാണ്. 10-80 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. തൊപ്പി എന്നിട്ട് ചോദിക്കുകയാണ് ഈ വണ്ടി ഒന്ന് ഓടിക്കാൻ തരുമെന്ന്. ആ സമയത്ത് കാസ്ട്രോ ഓടിക്കാൻ കൊടുക്കാതെ തൊപ്പിയെ അപമാനിച്ച് വിടുകയാണ്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നാറ്റിക്കല്ല ഒറ്റ റൗണ്ട് ഓടിക്കണ്ട. ഒറ്റ റൗണ്ട് ഒന്നും ചെയ്യില്ല ഒറ്റ റൗണ്ട് വാ പ്ലീസ്. ഒറ്റ റൗണ്ട് പ്ലീസ്. തരൂല. എടാ എന്തിനാണ് പേടിക്കുന്നത്? എനിക്ക് എന്നെ പേടിയാന്നല്ല വണ്ടി ഞാൻ വേറെ കൊടുക്കാറില്ല. ഇതുവരെ ആരും കൊടുത്തില്ല. ഈ വേണേ കേറിക്കോ, ഞാൻ ഒരു റൗണ്ട് തരാം. എടാ നമ്മൾ വല്ല ഉണ്ടാക്കിയാൽ നമുക്കുണ്ട്. വെറുതെ ഇങ്ങനെ ചോദിച്ച് നാണം കെടാൻ നിൽക്കരുത്. നീ ഒരു കോടീശ്വരന്റെ മകനൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ കണ്ണും പൂട്ടി എടുത്ത് തന്നേനെ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച എല്ലാവരുടെ അവസ്ഥ ചിലപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. എല്ലാവരുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്നിട്ടുണ്ടാവും. തൊപ്പി വണ്ടി ചോദിച്ചതും ഒരു ഗെയിമറുടെ അടുത്താണ്. കാസ്ട്രോ എന്നാണ് പുള്ളിന്റെ പേര്. നമ്മുടെ ഓഡിയൻസിന് അറിയണമെന്നില്ല. അവൻ ചെറു പ്രായത്തിൽ തന്നെ നല്ല രീതിയിൽ ഏൺ ചെയ്തിട്ടാണ് ആ വണ്ടി മേടിച്ചത്. ഏകദേശം എക്സ് ഷോറൂം വില എങ്ങാണ്ട് 80 lakh rupees എങ്ങാണ്ടാണ് ആ വണ്ടിയുടെ വില. സോ ഈ ചെറുപ്രായത്തിൽ ഇത്രയും ഏൺ ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കണം. അവനെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. തൊപ്പിയുടെ ഒരു സ്വഭാവം അറിയാമല്ലോ, ഒരു വിരളി പിടിച്ച സ്വഭാവമാണ്. മൊത്തത്തിൽ ഒരു വിരളിയാണ് മൊത്തത്തിൽ ഇവൻ. അതുകൊണ്ടായിരിക്കാം മേ ബി തൊപ്പിക്ക് വണ്ടി കൊടുക്കാൻ അവനൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഫീൽ ചെയ്തത്. ബട്ട് അത് കണ്ടപ്പോൾ എന്തോ ഒരു വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ നമുക്ക് കാണുന്ന ആർക്കാണെന്ന് തോന്നുന്നു. ഈ വീഡിയോയ്ക്ക് അതൊരു സാഡ് BGM കൂടെ കുത്തിക്കിട്ട് ഭയങ്കര ഹേർട്ട് ടച്ചിങ് വീഡിയോ ആണത്. നാണം കെടുന്ന വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റീച്ചുള്ള സാധനമാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഉറപ്പുള്ളടുത്ത് മാത്രമേ പോയി ചോദിക്കാവുള്ളൂ, അല്ലെങ്കിൽ ചോദിക്കാൻ നിൽക്കില്ല. എൻ്റെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും അത്യാവശ്യം നല്ല 2 കാറുകളുണ്ട്. എൻ്റെ വീട്ടിൽ കാറൊന്നുമില്ല, എനിക്ക് കാർ ഓടിച്ച് ശീലവുമില്ല. ഇവരുടെ 2 വണ്ടിയിൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നേ വരെ ഒരു തവണ പോലും ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടില്ല, എടാ ആ വണ്ടി ഓടിക്കാൻ എനിക്കൊന്ന് തരുമോ. ഒന്നാമത്തെ കാര്യം, ഒരാളുടെ ചോദിച്ച് മേടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടേതല്ലാത്തൊരു സാധനം നമ്മൾ എടുക്കരുത് എന്നുള്ളൊരു വലിയൊരു ഇതുണ്ട് എൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ അവന്മാരെ ഉറപ്പായിട്ട് വണ്ടി തരും, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇതുപോലൊന്നും ആയിരിക്കത്തില്ല, ചങ്കുകളാണ്. പക്ഷേ നമുക്കൊരു വാശിയുണ്ടല്ലോ, എനിക്ക് എന്നുണ്ടോ അന്നേ ഞാൻ വണ്ടി ഓടിക്കൂ എന്നുള്ളൊരു വാശിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആരുടെയും വണ്ടി ഓടിക്കാറില്ല. മാത്രമല്ല തൊപ്പി ഒരു നാനോ കാർ ഇടയ്ക്ക് എടുത്തിട്ട് കൊണ്ടുപോയി ഇടിക്കുകയൊക്കെ ഉണ്ടായി. ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കാസ്ട്രോ കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. എന്തായാലും ഈ വീഡിയോയുടെ ബാക്കിയൊന്ന് കണ്ടുപോകാം. ഇവൻ എന്തിന്റെ ആവശ്യം നോക്ക്, സാധനം നോക്കടാ. ഹലോ ഇരുന്നോട്ടെ, ഓടിക്കുന്നില്ല. ഒന്ന് പോയടാ പോയെന്ന്. നീ അങ്ങോട്ട് മാറി. ഞാൻ കുഞ്ഞോ വേണോ? ഇത് i4 അല്ലേ ബ്രദർ? വൺ ഡേ, ഒരു നാൾ ഇപ്പം തൊപ്പി നിന്നെ പോലെ ഒരു ഗെയിമറാണ് അവനും. അവനത് എടുക്കാൻ പറ്റും, നിനക്ക് എടുക്കാൻ പറ്റും. ഒരു നാൾ നീ എടുക്ക്, കാര്യമൊന്നുമില്ല. പിന്നെ ഒറ്റ തവണ ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ അതിനകത്തോളം ഞാനാ നിൽക്കരുത്. വെറുതെ നാണം കെട്ട് നാറരുത്. തൊപ്പിയുടെ ഒരു സ്വഭാവമുണ്ട്, എന്ത് കിട്ടിയാലും കോണ്ടന്റ് ആക്കുന്ന ഒരു സ്വഭാവം തൊപ്പിക്കുണ്ട്. വേണമെങ്കിൽ ഇതും ഒരു കോണ്ടന്റിന്റെ ഭാഗമായിട്ട് ഇവൻ ചെയ്തതാണെന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. ഞാൻ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. കാര്യം, ഇവൻ ആ വണ്ടി ചോദിക്കുന്ന ഒരു രീതി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? നാറ്റിക്കല്ല ഒറ്റ റൗണ്ട് ഓടിക്കണ്ട. എടാ നാറ്റിക്കരുത് ഒറ്റ റൗണ്ട് ഓടിക്കാൻ. സാധാരണ ഒരു ഗതിയിൽ നമ്മൾ വണ്ടി ഒരാളത്ത് ഓടിക്കാൻ ചോദിക്കുവാണെങ്കിൽ, എടാ വണ്ടി ഒന്ന് ഓടിക്കാൻ തരുമോ, ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. എന്നിട്ട് ഇവൻ അറിയാം അവൻ തരത്തില്ല എന്ന്. അത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അളിയൻ പോയി ചോദിച്ചത്. തൊപ്പിയെ സംബന്ധിച്ച് നോക്കുമ്പം അവൻ വണ്ടി തന്നാലും അതൊരു കോണ്ടന്റ് ആണ്, വണ്ടി തന്നില്ലെങ്കിലും അതൊരു കോണ്ടന്റ് ആണ്. പിന്നെ തൊപ്പി അറിയാമല്ലോ, പക്ക നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് റീച്ച് ആയ ഒരു വ്യക്തിയാണ് തൊപ്പി. തൊപ്പിയുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാമല്ലോ, മറ്റേ ജോളോ ചിപ്പ് എടുത്ത് ഇടുന്നതും മാഗി എടുത്ത് പാനിനകത്ത് ഇടുന്നതും എന്തോരം വിടലത്തര കാട്ടിക്കൂട്ടിയെന്ന് അറിയാമല്ലോ. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പം അത്യാവശ്യം നാണം കിടന്നതൊന്നും തൊപ്പിക്ക് വലിയ പുത്തരിയൊന്നുമല്ല. അതും അവനൊരു കോണ്ടന്റ് ആണ്. പക്ഷെ ഇത് കണ്ടു നിൽക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പം അങ്ങനെ ആവണമെന്നില്ല. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്
അച്ചായൻ ഇതിന് ശേഷം ഭയങ്കര കലിപ്പായിരുന്നു. ഇവന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അച്ചായൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഈ അച്ചായൻ ഒരു നാനോ കാർ കൊടുക്കാൻ വേണ്ടിയിട്ട് തൊപ്പിയെടുത്ത് വന്നതാണ്. പിന്നെ എപ്പോഴും തൊപ്പിയുടെ കൂടെ അങ്ങ് കൂടി ചെയ്തു പുള്ളിക്കാരൻ. ഈ കാസ്ട്രോടെ കൂടെ വന്നവരുമായിട്ട് ഈ അച്ചായൻ കയറി ഉടക്കുന്നുണ്ട്. നമുക്ക് അതോടെ ഒന്ന് കണ്ടുപോകാം. അച്ഛൻ അറിയില്ലെങ്കിൽ വേണ്ട, അവനറിയണ്ട. ഇവനറിയില്ല അച്ഛാ. എനിക്കൊന്നും അവനെന്ന് അറിയില്ല. ഇവനാണ് മുത്തേ ശരിയാ. എന്ത് എടാ എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല. നിന്റെ അപ്പനൊന്നല്ല എന്തായാലും. ആ എടാ ശ്രമിക്കാൻ വേണ്ടി. നോക്കി മതിയാ. എടാ പോടാ ഇവിടുന്ന്. നീ പോടാ. ഡോക്കി മതി വിട്. എടാ. അച്ഛാ അറിയുന്ന വെക്കല. ഇവിടുന്ന് ഫ്രണ്ട വിട്. ഫ്രണ്ട നീ ഇറങ്ങും. ഓക്കെ നീ പോടാ. എന്താടാ നിന്റെ തന്ത. എടാ ഞാനാണ് നിന്റെ തന്ത. യെസ്. ലവനെ നാറ്റിച്ചതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് പുള്ളി തീർക്കുന്നത്. എന്നാലും ഇങ്ങൾക്ക് ഇത്ര പ്രായമല്ലോ, ഇങ്ങൾക്ക് നാണമില്ല ഈ പോകുന്ന അവന്മാരുടെ വായിരിക്കും തെരുവിളി കേൾക്കാൻ വേണ്ടിയിട്ട്. അച്ചായനും കണക്കാ, തൊപ്പിയും കണക്കാ. ഇങ്ങനെ എല്ലായിടത്തും പോയി വള്ളി പിടിക്കാൻ പറ്റില്ല. കൊണ്ടേയില്ല. നിന്നെ വണ്ടിക്കകത്ത് ഇറക്കിയപ്പോഴത്തേക്ക് അവനെ അങ്ങോട്ട് കയറി കൊണ്ടു. അവന് നിന്നെ വണ്ടിക്കകത്ത് കയറ്റി നീ ഡ്രസ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പോകരുത്, മേടിക്കരുത്, ചോദിക്കരുതെന്ന്. അതെനിക്ക് നാണക്കേടാ. ഈ സീനിൽ ഞാൻ ഉണ്ടാവും. ആ നീ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു? അപ്പൊ നിനക്കൊരു കാര്യം അറിയാൻ മേലെ. ഇല്ല. നീ അവിടെ ചെന്നിട്ട് അവനോട് ചോദിച്ചു നിനക്ക് അകത്ത് കയറിയിരിക്കണമെന്ന്. നിനക്കില്ല. ഞാൻ വിചാരിച്ചു BMW വേണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചാൽ മേടിക്കാൻ പറ്റൂലേ. അല്ല അതല്ല ഞാൻ പിന്നെന്താ മതി. ഒഴിവാക്ക് വിട്. ചുരുക്കം പറഞ്ഞാൽ തൊപ്പി എവിടെ പോയാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. ഇവിടെ കരുനാഗപ്പള്ളിയിൽ ഒരു ഇനാഗുറേഷന് പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കടയുടെ ഭയങ്കര തിരക്കായിരുന്നു. ഇവനെ കാണാൻ വേണ്ടി ഭയങ്കര ആൾക്കാരാണ് വരുന്നത്. ആക്ച്വലി പുള്ളിക്കാരൻ ഒരു ക്രൗഡ് പുള്ളറാണ്. പ്രത്യേകിച്ച് ഈ ചെറു പിള്ളേരാണ് ഇവനെ കാണാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വരുന്നത്. അന്ന് ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തായാലും ഉദ്ഘാടനം ചെയ്ത കടയിൽ ഒരു പട്ടി പോലും കയറാതെ എന്താ പറയുക, അനാഥപ്രേതം പോലെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, ഒരു സ്മാരകം പോലെ. എന്തായാലും ഈ ഒരു ഇഷ്യൂ ചിലപ്പോൾ കാസ്ട്രോയ്ക്ക് അത്യാവശ്യം നെഗറ്റീവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാര്യം തൊപ്പിയുടെ ഫാൻസ് അത്യാവശ്യം ടോക്സിക് ഫാൻസ് തന്നെയാണ്. കാസ്ട്രോ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിനെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു അവൻ സ്റ്റോറി ഇട്ടേക്കുന്നത്. ഒരു ബലൂൺ വീർപ്പിക്കുന്നതാണ് ഗൈസ്. ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ലൈഫ് ഈസ് വെരി ഹാർഡ് ടു ആർഗ്യൂ, ജസ്റ്റ് ഡു ദിസ് എന്ന് വെച്ചാൽ വീർപ്പിക്കുക ആൻഡ് ഗോ, വെയിറ്റ് ഫ്രം കാസ്ട്രോ. സോ ആർഗ്യൂ ചെയ്യാനൊന്നും താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ആ ഒരു സ്റ്റോറി ഇട്ടേക്കുന്നത്. മേ ബി ഇതിനെ ഉദ്ദേശിച്ചിട്ടതായിരിക്കാം. ഇല്ല, സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ നമ്മൾ ഉള്ളുകൊണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും പാവങ്ങളാണ്. ഇപ്പൊ കാസ്ട്രോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ താഴേന്ന് കയറി വന്നൊരു പയ്യനാണ്. അവനവന്റെ കഴിവുകൊണ്ടാണ് അത്രയും വലിയ വണ്ടിയൊക്കെ എടുത്തത്. ആ വണ്ടി തൊപ്പിക്ക് കൊടുക്കാൻ ചിലപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. ഇത് കണ്ട് നിങ്ങൾക്ക് എന്താണ് കേസ് തോന്നുന്നത്? നമുക്ക് ആരെങ്കിലും ഈ ഒരു കാര്യത്തിൽ ബ്ലെയിം ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. സോ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയില്ല. അപ്പൊ ശരിയെങ്കിൽ തെറ്റാ.